മല്ലികച്ചി മാർച്ച് 27 പടം ഇറങ്ങാണ്. എന്താ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പടാന്നാ പറയണ എല്ലാരും ടീസർ കണ്ടതിന് ശേഷം. നിങ്ങളൊക്കെ ഇത് പറയുന്നത് കേൾക്കുന്നതാണ് വലിയ സന്തോഷം. കണ്ടിട്ട് പറയണം കേട്ടോ. അല്ല എമ്പുരാന്റെ സെറ്റിൽ എന്തെങ്കിലും പോവാനുള്ള അങ്ങനെ ഇല്ലാതൊക്കെ പുറത്തല്ലായിരുന്നു. എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. ഇവിടെ ഒക്കെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് ചില സിനിമയും സീരിയലും ഒക്കെ ഞാനും കുട്ടിക്കിലായിപ്പോയി. എന്റെ പേരക്കുട്ടിക്ക് പാടാൻ ഒരു അവസരം കിട്ടി. രാജേട്ടനെ പ്രാർത്ഥനയ്ക്ക് സന്തോഷമായിട്ട് തുള്ളിച്ചാടി നടക്കുന്നു. ആ പാടുന്ന സമയത്ത് അറിയണ്ടായിരുന്നില്ല ഇത് എഴുതിയത് രാജേട്ടനാന്ന് അറിയണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ്യം വിളിച്ചിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്തായതാന്നൊക്കെ പിന്നീടാ പറഞ്ഞേ. മുഴുവൻ നാളെ കാണാവേ. ആ ചോദ്യമൊക്കെ കേട്ടാ പാവം ഒന്നും അറിയാൻ വയ്യാത്തവന്റെ സ്നേഹത്തിന് 5-6 ചോദ്യം ചോദിച്ചാൽ മുഴുവൻ വരും. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ. സന്തോഷമായിട്ടിരിക്കുന്നു. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യില്. കേരളത്തിലെ ഒരു പ്രേക്ഷകർ അങ്ങനൊന്നും ഞങ്ങളുടെ കുടുംബത്തിലെ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും കൂടെ നിൽക്കും തന്നെയാണ് വിശ്വാസം. രാജേട്ടന് ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാവാറുണ്ട്? ലൂസിഫർ അത്രയും ഹിറ്റായ പടമല്ലോ. പടത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ ഒന്നും കണ്ടിട്ടില്ല. ഒരിക്കലില്ല. പറയുന്നതല്ല ഈ പറഞ്ഞിട്ടോട്ടെ എന്തും നമുക്ക് ഈ ഫീൽഡ് അങ്ങനെയാണല്ലോ. എല്ലാം കൂടി അങ്ങനെയല്ല. പക്ഷേ എങ്കിലും ഒരുപാട് രാജു എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പം അതുകൊണ്ട് എനിക്കുണ്ട് പാവം ഇത്രയും വലിയൊരു അധ്വാനത്തിൻ്റെ ഒരു ഫലം ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് അമ്മയെന്നുള്ള നിലയിൽ ഞാൻ പ്രാർത്ഥിക്കും. ഓക്കെ, ഡയറക്ഷനിൽ പണി കഴിഞ്ഞ് ഇനി അടുത്ത ആക്ടിങ്ങിലേക്കാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു രാജമോഹിയുടെ അതാണ് രാജമോഹിനിയുടെ പടത്തിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പടത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ടോ? അതൊക്കെ പറയും. അങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഒരുപാടല്ല, അത്യാവശ്യം നമ്മൾ ചോദിക്കുമല്ലോ അതെങ്ങനെ ഇതെങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പറയും. അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, വീട്ടില് കുട്ടികളും വൈഫൊക്കെ ഉണ്ട്, അതും കൂടി ഓർക്കണം എന്നല്ല വല്ല. അതിങ്ങനെ സുപ്രിയ കൂടെ കൂടി അവനെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതുന്നു. വലിയ കാര്യമൊന്നുമില്ല. അതിങ്ങനെ പറയും, സങ്കടം പറയും. പോയാൽ പിന്നെ 3 മാസത്തേക്ക് കാണാനില്ല എന്നൊക്കെ പറയാറില്ല. എല്ലാ ഭാര്യമാരും പറയുന്നതല്ലേ. ഓക്കെ, രാജേട്ടപ്പോൾ കൊച്ചിയിലുണ്ടോ? ഇല്ല, ഇപ്പോൾ പടത്തിൻ്റെ സെൻസറിങ്ങൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് അവിടുത്തെ പിന്നെ അങ്ങ് പോകും. ഓക്കെ ഓക്കെ ശരി.